സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കും വയോജന സൗഹൃദ പഞ്ചായത്തിന്റെ ഭാഗമായി ഓൾഡ് ഏജ് ഹോം, ടൂറിസം പദ്ധതി, തെരുവു നായ്ക്കൾക്ക് ഷെൽട്ടർ, ഓക്സിജൻ പാർക്ക്, വനിതാ യുവജന ക്ഷേമ പദ്ധതികൾ, കലാസാംസ്കാരിക മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി എളവള്ളി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 38,27,820 രൂപ വരവും 22,63,87,520 രൂപ ചെലവും 7,81,33,908 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ്. ഗ്രാമത്തിന്റെ വികസനം, സാമ്പത്തിക സ്ഥിരത, സുതാര്യത, ഉത്തരവാദിത്വബോധം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല അവതരിപ്പിച്ചത്. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കും ആരോഗ്യ കാർഷിക മേഖലയ്ക്കും വനിതകൾക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹനത്തിനും പരിസ്ഥിതി സംരക്ഷണം, ജലസംരക്ഷണം, ടൂറിസം വികസനം, യുവജനക്ഷേമം, കലാ സാംസ്കാരികം എന്നിവയ്ക്കുതകുന്ന പദ്ധതികൾക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. OK നഗറിൽ വയോജനങ്ങൾക്ക് വേണ്ടി ഓൾഡ് ഏജ് പുവർ ഹോം, ലൈഫ് പാർപ്പിട സമുച്ചയം, ജനറൽ ലൈഫ് പുനരധിവാസ കേന്ദ്രം, കൂമ്പുള്ളി കനാൽ പരിസരത്ത് പാർക്കും ഓപ്പൺ ജിം നിർമ്മാണവും, ബഡ്സ് സ്കൂളിന് വാഹനം വാങ്ങൽ, തെരുവു നായ്ക്കൾക്ക് ഷെൽട്ടർ ഹോം സ്ഥാപിക്കാൻ സ്ഥലം വാങ്ങൽ, പുതുതായി 4 സ്മാർട്ട് അങ്കണവാടികൾ, ചിറ്റാട്ടുകര ഓട്ടോ ടാക്സി സ്റ്റാൻഡ് വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കൽ, പൂവത്തൂരും ബ്രഹ്മകുളത്തും കളിസ്ഥലത്തിന് സ്ഥലം ഏറ്റെടുക്കൽ, തരിശുരഹിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പാടശേഖരങ്ങൾക്ക് മോട്ടോർ പമ്പ് സെറ്റ് വിതരണം, കാടച്ചാൽ നിർമ്മാണം, സൗജന്യ നെൽവിത്ത് വിതരണം, ഉഴവുകൂലി എന്നിവ ബജറ്റിൽ തുക വകയിരുത്തിയ പ്രധാന പദ്ധതികളാണ്. വയോജന പാർക്ക്, പഞ്ചായത്ത് ഓഫീസിന് മുകൾ നിലയിൽ ഗ്രാമകേന്ദ്രം, ആയുർവേദം, കിടത്തി ചികിത്സ, ഉഴിച്ചിൽ എന്നിവയ്ക്കായി പുതിയ കെട്ടിട നിർമ്മാണം എന്നിവയ്ക്കും പുതിയ പഞ്ചായത്ത് ഭരണസമിതി ആദ്യ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണ ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് KU സരിത അധ്യക്ഷയായി. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NB ജയ, സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രസാദ് വാഗ, രാജി മണികണ്ഠൻ, സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ എന്നിവർ സംസാരിച്ചു.